മന്ത്രിമാർക്കും MLA-മാർക്കും വിദേശത്ത് പോയി ചികിത്സിക്കാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടും. ഈ സാധാരണക്കാർ, ആദിവാസികൾ ഉൾപ്പെടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വരുന്നത്. ഭയങ്കരമായിട്ടൊരു ഒച്ച കേട്ടെ. ഈ വാർത്ത കണ്ടോ? മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ചു. അത് പലരും മന്ത്രി രാജിവെക്കണം, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയരുന്ന സമയത്ത് ഞാനിത് പറയണം, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നൊന്നും ഓർത്തിരുന്നതല്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ ഒരുപാട് ഫണ്ടാണ് അതിനു വേണ്ടി വകയിരുത്തുന്നത്, അല്ലേ? ഒരുപാട് സൗകര്യങ്ങളുമുണ്ട്. പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങൾ, മറ്റ് പുതിയ സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ, നല്ല ഡോക്ടേഴ്സ്, നല്ല നേഴ്സുമാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്നും അവർ പുറകോട്ടാണ്. ഞാൻ ഒരു 2 മാസം മുൻപ് അമ്മയുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ 7 മണിക്കാണ്. അധികം പേഷ്യൻസ് ഒന്നും വന്നിട്ടില്ല. വലിയ എമർജൻസി ഒന്നും വെച്ചാൽ മെഡിക്കൽ കോളേജാണ്, അവിടെ എമർജൻസികൾ ഒരുപാട് ഉണ്ടാവും. എന്നാലും എല്ലാ ദിവസത്തെയും വെച്ച് നോക്കുമ്പോൾ അന്ന് വളരെ കുറവുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അമ്മയ്ക്ക് കാല് നിലത്ത് കുത്താൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാനൊരു വീൽ ചെയർ ആവശ്യപ്പെട്ടു. വീൽ ചെയർ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ വീൽ ചെയർ ഇല്ല. വീൽ ചെയർ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സ്ട്രെച്ചർ എടുത്തോളൂ, വീൽ ചെയർ ഇല്ല, ഇപ്പോൾ വീൽ ചെയർ ഒന്നും അവൈലബിൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് സ്ട്രെച്ചർ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഞങ്ങൾക്ക് വീൽ ചെയർ തന്നെ വേണമെന്ന് പറഞ്ഞു. വീൽ ചെയർ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീൽ ചെയർ ലഭിച്ചത്. ഒന്നോർത്ത് നോക്കുക, ഒരുപാട് ജില്ലക്കാർ, ഒരു 5ഓ 6ഓ ജില്ലക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ മതിയായ വീൽ ചെയർ ഇല്ല. ഒന്നോർത്ത് നോക്കുക, വലിയ തിരക്കൊന്നുമില്ലാത്ത ദിവസമാണ്, എന്നിട്ടും അവിടെ വീൽ ചെയർ സൗകര്യം ഇല്ല. അതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് സർജറി ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിറ്റേ ആഴ്ചയാണ് ഞങ്ങൾക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ സർജറിക്ക് ഡേറ്റ് കിട്ടി. ഞങ്ങൾ പിറ്റേ ആഴ്ച ചെന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെ വീൽ ചെയർ ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ കിടന്ന ഒരു പഴയ വീൽ ചെയർ, ഈ വീൽ ചെയറിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കിക്കേ. ഈ വീൽ ചെയറാണ് തീരെ വയ്യാത്ത ഒരു രോഗിക്ക് കൊടുത്തത്. നടക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ വീൽ ചെയർ ചോദിക്കുന്നത്, അല്ലേ? ഈ വീൽ ചെയർ കിട്ടി തന്നെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കുഴപ്പമില്ലായിരിക്കും, അവർ തന്നതല്ലേ എന്നോർത്ത് അതിലിരുന്നു. ഇരുന്ന സമയത്ത് തന്നെ വീൽ ചെയറോട് കൂടിയിട്ട് നമ്മൾ മറിഞ്ഞു വീഴാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, അത് ഒരു സൈഡിൽ ചവിട്ടി ഇങ്ങനെ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് താങ്ങി കൊടുത്തുകൊണ്ട് എപ്പോഴും നിന്നാൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ല വീൽ ചെയറാണെന്ന്. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവൻ അവർ പുല്ല് വിലയെ കൽപ്പിക്കുന്നുള്ളൂ. കാരണം നമുക്കൊരു 4th ഫ്ലോർ വരെയൊക്കെ കയറി പോകണമായിരുന്നു. ലിഫ്റ്റിലാണ് പോകുന്നതെങ്കിൽ പോലും ഈ ഒരു ഒടങ്കല്ലി വീൽ ചെയറിൽ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് നോക്കുക. ഇതാണ് വീൽ ചെയറിൻ്റെ അവസ്ഥ. ഞങ്ങൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഈ വീൽ ചെയർ വേണ്ട, മറ്റൊരെണ്ണം മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വേറൊരു വീൽ ചെയർ, ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതിനേക്കാളും ഭേദമായിട്ടുള്ള ഒരു വീൽ ചെയർ കിട്ടി. ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മൾ വീൽ ചെയർ മാത്രം അന്വേഷിച്ചത് കൊണ്ട് വീൽ ചെയറിൻ്റെ കാര്യം അറിഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ വാടി ചെന്നപ്പോൾ അവിടെയും മതിയായ വീൽ ചെയറുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. ഒന്നോർത്ത് നോക്കുക, വലിയ ഹോസ്പിറ്റൽ, ഒരുപാട് സൗകര്യങ്ങൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു, നല്ല നല്ല ഡോക്ടേഴ്സ്, നല്ല നല്ല ചികിത്സാ സൗകര്യങ്ങൾ, ഇതൊന്നുമില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ആവശ്യമാണ്, അല്ലേ, വീൽ ചെയർ എന്നുള്ളത്. അവിടെ വരുന്ന എല്ലാ രോഗികളും ഓടി നടക്കാൻ പറ്റുന്നവരായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള പേഷ്യൻറ്റിന് വീൽ ചെയർ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിത് പറയണം എന്നൊന്നും ഓർത്തില്ല. പക്ഷേ ഇതിവർ തന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ടു. കാരണം നമുക്കാണെങ്കിലും ഇപ്പോൾ നാളെ ഒരു ആവശ്യം വന്നാൽ ഇങ്ങനൊരു അവസ്ഥയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഞാനതിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ അത്ര ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര ഭീകരമായിട്ടോ അല്ലെങ്കിൽ അത്ര ഇതായിട്ടോ തോന്നത്തില്ല. പക്ഷേ ആ വീൽ ചെയറിൻ്റെ ആ സൈഡ് മൊത്തം വലിഞ്ഞ് ഏത് നിമിഷവും അത് പൊട്ടാവുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു വയ്യാത്ത ഒരാളെ, ഒരു പേഷ്യൻറ്റിനെ അതിനകത്ത് ഇരുത്തി നമ്മൾ എന്ത് വിശ്വസിച്ച് കൊണ്ടുപോകും? അവർക്കൊരു പ്രശ്നവുമില്ല, അവർ പറയുന്നു ഇതെടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രോഗികൾക്കോ
അല്ലെങ്കിൽ നമ്മൾ മനുഷ്യജീവനോ അവർ പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാനിതിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ബൈ.